നമസ്കാരം. ന്യൂസ് ഇവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിന് രണ്ടാം ഊഴം. ചിറ്റൂർ സമ്മേളനം തെരഞ്ഞെടുത്ത 44 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങൾ. സെക്രട്ടറിയായി രണ്ടാം തവണയും സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തത് ഐകകണ്ഠമായി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ പ്രതിരോധ സമരം 25-ന് തുടങ്ങുമെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗത്തിൽ പ്രഖ്യാപനം. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് മദ്യനിരോധന സമിതി ആവശ്യമുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റ് ധർണ. ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാരിന് മദ്യം വിളമ്പാൻ അത്യുത്സാഹമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ. കുടുംബക്ഷേത്രാചാര ചടങ്ങിനിടെ കാഞ്ഞിരക്കായ കഴിച്ചെന്ന സംശയം. പരുതൂരിൽ കുടുംബക്ഷേത്രത്തിലെ ആട്ടുചടങ്ങിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കണമെന്ന് തൃത്താല പോലീസ്. മരിച്ചത് തൃത്താല ആലൂർ സ്വദേശി ഷൈജു. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് വടക്കാഞ്ചേരിയിൽ പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 12 വർഷം അധിക തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് പാലക്കാട് മുണ്ടൂർ ഗാന്ധിനഗർ സ്വദേശി 48 വയസ്സുള്ള വിജയ്യെ. ചാലിശ്ശേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 30 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ. നിരോധിത പുകയില ശേഖരം കണ്ടെത്തിയത് പ്രദേശത്തെ വാടക കെട്ടിടത്തിൽ. പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കിയെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിന് രണ്ടാം ഊഴം. ഐകകണ്ഠമായാണ് ചിറ്റൂരിൽ നടന്ന ജില്ലാ സമ്മേളനം സുരേഷ് ബാബുവിനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. സുരേഷ് ബാബു സെക്രട്ടറിയായ 44 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങളാണ്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിനെ ജില്ലാ സമ്മേളനം ഐകകണ്ഠമായാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയായി ഇത് രണ്ടാം ഊഴമാണ്. ചിറ്റൂർ പെരുമാട്ടി കോരിയാർതള്ള ഇടയൻകുളമ്പ് വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവ് ER നാരായണന്റെ മകനാണ് സുരേഷ് ബാബു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. 54-കാരനായ സുരേഷ് ബാബു SFI ചിറ്റൂർ ഏരിയ പ്രസിഡന്റ്, DYFI ബ്ലോക്ക് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് CPM പെരുമാട്ടി ലോക്കൽ സെക്രട്ടറിയായും ചിറ്റൂർ ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിലവിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ്, മലബാർ സിമന്റ്സ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലെ ബിരുദത്തിന് ശേഷം പൂനെ സിംബോസിസ് കോളേജ് ഓഫ് ലോയിൽ നിയമപഠനവും പൂർത്തിയാക്കി. വ്യവസായ വകുപ്പിലെ ജോലി ഉപേക്ഷിച്ചാണ് CPMൽ മുഴുവൻ സമയ പ്രവർത്തനം ഏറ്റെടുത്തത്. ജില്ലാ സമ്മേളനം സമാപിച്ചിട്ടുള്ളത് ജില്ലയിലെ വ്യാവസായിക രംഗത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഈ കാലയളവിൽ വ്യവസായ സൗഹൃദ നാടായി മാറി. അതിൻ്റെ പ്രയോജനം പാലക്കാട് ജില്ലയിൽ വലിയ തോതിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് വന്നു ചേർന്നിട്ടുണ്ട്. ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിക വലിയ വ്യവസായ വികസന സാധ്യതയാണ് പാലക്കാട് ജില്ലയ്ക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. അതെല്ലാം നല്ലതുപോലെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നാടിൻ്റെ പൊതുവായ വികസന മുന്നേറ്റത്തിനും വേണ്ടി സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സുരേഷ് ബാബു ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. സുരേഷ് ബാബു സെക്രട്ടറിയായ 44 അംഗ ജില്ലാ കമ്മിറ്റിയെയാണ് ചിറ്റൂർ സമ്മേളനം തെരഞ്ഞെടുത്തത്. ഇതിൽ 8 പേർ പുതുമുഖങ്ങളാണ്. T. ഗോപാലകൃഷ്ണൻ, T. കണ്ണൻ, C. ഭവദാസ്, R. ജയദേവൻ, KB സുഭാഷ്, N. സരിത, TK അച്യുതൻ, CP പ്രമോദ് എന്നിവരാണ് പുതുമുഖങ്ങൾ. KS അലീഖ, P. മമ്മിക്കുട്ടി, A. പ്രഭാകരൻ, V. ചെന്താമരാക്ഷൻ, VK ചന്ദ്രൻ, S. അജയകുമാർ, TM ശശി, PN മോഹനൻ, TK നാരായണദാസ്, സുബൈദ ഇസഹാഖ്, M. ഹംസ, S. കൃഷ്ണദാസ്, MR മുരളി, K. നന്ദകുമാർ, K. പ്രേംകുമാർ, UT രാമകൃഷ്ണൻ, KC റിയാസുദ്ദീൻ, PM ആർഷോ, CP ബാബു, PA ഗോകുൽദാസ്, CR സജീവ്,
കെ കൃഷ്ണൻകുട്ടി, ടി കെ നൌഷാദ്, എസ് സുഭാഷ് ചന്ദ്രബോസ്, നിതിൻ കണിച്ചേരി, കെ ബിനുമോൾ, ആർ ശിവപ്രകാശ്, കെ പ്രേമൻ, കെ ബാബു, കെ ശാന്തകുമാരി, കെ ഡി പ്രസേനൻ, വി പൊന്നുകുട്ടൻ, കെ എൻ സുകുമാരൻ, സി കെ ചാമുണ്ണി, പി പി സുമോദ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി പരുതൂരിൽ കുടുംബ ക്ഷേത്രാചാര ചടങ്ങിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. തൃത്താല ആലൂർ കോന്തത്ത് വീട്ടിൽ 37 വയസ്സുള്ള ഷൈജുവാണ് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മരിച്ചത്. കാഞ്ഞിരക്കായ കഴിച്ച് മരണം സംഭവിച്ചതാകാമെന്നാണ് സംശയം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് തൃത്താല പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പരുതൂർ പഞ്ചായത്തിലെ ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ആട്ട് നടത്തിവരികയായിരുന്നു. ഈ ചടങ്ങിൽ ഷൈജു കോമരമായി പങ്കെടുത്തിരുന്നു. പുലർച്ചെ ആട്ടിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിക്കുന്ന ചടങ്ങും നടന്നതായി പറയുന്നു. കോമരം തുള്ളുന്നതിന്റെ ഭാഗമായി വാള് ഉപയോഗിച്ച് വെട്ടിയ പാടുകളും ഷൈജുവിന്റെ നെറ്റിയിലുണ്ടായിരുന്നതായാണ് തൃത്താല പോലീസ് പറയുന്നത്. ചടങ്ങിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 500-ലേറെ കുടുംബങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആട്ട് നടത്തിവരാറുള്ളത്. മരിച്ചവരുടെ പ്രേതം കയറുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനങ്ങളുമാണ് ആട്ടിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ. തൃത്താല പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് തൃത്താല പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് വടക്കാഞ്ചേരിയിൽ പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 12 വർഷം അധിക തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ. പാലക്കാട് മുണ്ടൂർ ഗാന്ധിനഗർ കൊഴിഞ്ഞാമ്പാറയിൽ 48 വയസ്സുള്ള വിജയിയെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2018 കാലത്ത് വടക്കാഞ്ചേരിയിൽ പഠനം നടത്തിയിരുന്ന അതിജീവിതയെ ഫേസ്ബുക്കിലൂടെ ഫോറസ്റ്റ് ഓഫീസറാണെന്ന് പരിചയപ്പെടുത്തി സുഹൃത്ത് ബന്ധം സ്ഥാപിച്ച് വശീകരിച്ച ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ലോഡ്ജിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ച സംഭവത്തിലാണ് 48 വയസ്സുള്ള മുണ്ടൂർ സ്വദേശി വിജയെ കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് ലിഷ ശിക്ഷിച്ചത്. 3 ജീവപര്യന്തം തടവും കൂടാതെ 12 വർഷം തടവും 1,95,000 രൂപ പിഴയുമാണ് ശിക്ഷ. അതിജീവിതയെ വടക്കാഞ്ചേരിയിൽ വെച്ച് മിഠായിയിൽ എന്തോ ചേർത്തു നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് ആദ്യം ബലാത്സംഗം ചെയ്തത്. പിന്നീട് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തുടർ പീഡനം. അതിജീവിതയുടെ വിവാഹം വീട്ടുകാർ മറ്റൊരാളുമായി ഉറപ്പിച്ചത് അറിഞ്ഞതിനെ തുടർന്ന് പ്രതി അതിജീവിതയോടൊത്തുള്ള ഫോട്ടോ ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധപ്പെടുത്തിയതിനെ തുടർന്നാണ് വീട്ടുകാർ അറിയാനിടവന്ന് പോലീസിൽ പരാതി നൽകിയത്. പ്രതി വിവാഹിതനും മക്കളുമുണ്ടെന്ന സംഗതി മറച്ചുവെച്ചാണ് അതിജീവിതയുമായി സൗഹൃദത്തിലായത്. കേസിൽ 28 സാക്ഷികളെയും 53 രേഖകളും DNA റിപ്പോർട്ടും ഹാജരാക്കി. ഡിവൈഎസ്പി TS സിനോജാണ് കുറ്റപത്രം നൽകിയത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ് ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാലിശ്ശേരിയിൽ പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 85,000 പാക്കറ്റ് നിരോധിത പുകയില പാക്കറ്റുകളാണ് അധികൃതർ പിടികൂടിയത്. തൃത്താല എക്സൈസും ചാലിശ്ശേരി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 75,000 നിരോധിത പുകയില പാക്കറ്റുകൾ പിടികൂടിയത്. ചാലിശ്ശേരി കുന്നത്തേരി കാരോത്ത് ഷാപ്പിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിൽ ചെറുതും വലുതുമായി 100 ചാക്കുകളിലായി രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഹാൻഡ്സ് പാക്കേജുകളാണ് പിടികൂടിയിട്ടുള്ളത്. ചാലിശ്ശേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല എക്സൈസ് അധികൃതരുമായി ചേർന്ന് ഇവിടെ പരിശോധന നടത്തിയത്. 30 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഹാൻഡ്സ് ശേഖരമാണ് പിടികൂടിയിട്ടുള്ളത്. സംഭവത്തിൽ ഉൾപ്പെട്ടവരെ പറ്റി പോലീസിന് സൂചന ലഭിച്ചതായി അറിയുന്നു. പ്രതികളെ പിടികൂടുന്നതിനായി ചാലിശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ പ്രതിരോധ സമര പരിപാടികൾക്ക് 25-ന് തുടക്കം കുറിക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ വ്യക്തമാക്കി. ജനുവരി 25-ന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ എലപ്പുള്ളിയിൽ ജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭം തുടങ്ങും. അത് പരിഹരിക്കാനും പറയാനുള്ള അവസരമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതാണ് മുന്നൊരുക്കം എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഓരോ മണ്ഡലത്തിലും ഓരോ ചാർജ് കൊടുത്തിട്ടുണ്ട്. ആ ചാർജ് കൊടുത്തവരൊന്നും മണ്ഡലം പ്രസിഡന്റുമാർ പറയണം, മണ്ഡലം പ്രസിഡന്റ് ചാർജുള്ളവർ വന്നില്ലെങ്കിൽ പറയൂ, വേറെ ആളെ മാറ്റിത്തരാം. അല്ലാതെ ചാർജ് എടുത്ത് അവിടെ ഒന്നും ചെയ്യാതെ അവിടെ ആ മണ്ഡലം പ്രസിഡന്റ് ചെയ്യുന്നതിന് പോലും മുടക്കിയിട്ടിരുന്ന കാര്യമില്ല. അപ്പൊ ആ ചാർജുള്ളവരുടെ കടമയാണ്. ഇത് ഓരോ വാർഡ് കമ്മിറ്റി എടുത്ത് 20-ാം തീയതി തരാൻ പറഞ്ഞ് 20-ാം തീയതി കഴിഞ്ഞു, ഈ മാസത്തിലേക്ക് തരണം. എന്നിട്ട് വാർഡ് പ്രസിഡന്റുമാരെ വെച്ച് നമുക്ക്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി PV രാജേഷ്, DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, അനിൽ ബാലൻ, SM താഹ, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, KR ശരരാജ്, പ്രസാദ് കൊപ്പം, A സത്താർ, റഷീദ് കള്ളിക്കാട്, S ശെൽവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങൾക്ക് ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാരിന് മദ്യം വിളമ്പാൻ അത്യുത്സാഹമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ മദ്യനിരോധന സമിതി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അംഗീകരിക്കുക എന്ന് തങ്ങളുടെ മദ്യനയത്തിന്റെ ആദ്യവാചകത്തിൽ എഴുതിവെക്കുകയും നിലവിലുള്ളതിൽ കൂടുതലായി ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ വിൽക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ആവർത്തിച്ച് പ്രസംഗിക്കുകയും ചെയ്ത LDF നേതാക്കളാണ് ഇപ്പോൾ വമ്പൻ മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഡൽഹി മദ്യനയക്കേസിൽ അറസ്റ്റിലായവരുടെ കമ്പനിയെ പാലക്കാട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നിരിക്കുന്നതെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളായിരിക്കുമെന്ന് പ്രചരണം നടത്തിയവർ നാടിനെ നശിപ്പിക്കുകയാണ്. കേരളത്തെ ലഹരിമുക്തമാക്കുമെന്ന് വാഗ്ദാനം നൽകിയ LDF ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ലഹരി പ്രോത്സാഹകരായി മാറിയിരിക്കുകയാണ്. രാജ്യത്ത് വിദേശമദ്യ ഉപഭോഗം ഏറ്റവും ഉയർന്ന സംസ്ഥാനം കേരളമാണ്. നാടെങ്ങും മദ്യശാലകൾ അനുവദിച്ച് പ്രലോഭിപ്പിക്കുന്ന സാഹചര്യമൊരുക്കി ജനങ്ങളെ സർക്കാർ മദ്യം കുടിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിങ്ങൾക്കറിയാം, 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ LDF ഒന്നുപോലെ ഉറപ്പു പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും എന്നതാണ്. 2016-ലെ LDF-ന്റെ പ്രകടന പത്രികയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഭാഗം തുടങ്ങുന്നത് തന്നെ മദ്യമെന്നത് ഒരു മഹാവിപത്താണ്, മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്ന നയമായിരിക്കും LDF കേരളത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, 2016-ലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ LDF-ന്റെ നേതാക്കന്മാരൊക്കെ ആവർത്തിച്ച് പ്രസംഗിച്ചതും ഇതുതന്നെയാണ്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച ആ ഭാഗം ചാനലുകളൊക്കെ ഇപ്പോൾ ആവർത്തിച്ച് പ്രദർശിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ളതിനേക്കാൾ ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ കൂടുതൽ വിൽക്കില്ല എന്നാണ് അന്ന് പാർട്ടി സെക്രട്ടറി പ്രസംഗിച്ചത്. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാഥ് കടമ്പഴിപ്പുറം, ആന്റണി പന്തലൂക്കാരൻ, N വേലായുധൻ, KA സുലൈമാൻ, M അഖിലേഷ് കുമാർ, രാമകൃഷ്ണൻ തച്ചമ്പാറ, മാണി പറമ്പേത്ത്, K അബൂബക്കർ,
വേലായുധൻ കൊട്ടേക്കാട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി അയ്യങ്കുളം നവീകരിക്കും. പ്രവൃത്തികൾക്കായി 35 ലക്ഷം രൂപ മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ചു. കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ കുളങ്ങളിലൊന്നായ അയ്യങ്കുളത്തിന് ശാപമോക്ഷം ലഭിക്കുന്നു. പതിറ്റാണ്ടുകളായി ചണ്ടിയും നിറഞ്ഞും കാടും മൂടിയും ഉപയോഗശൂന്യമായിരിക്കുകയാണ് കുളം. മൈനർ ഇറിഗേഷന്റെ നേതൃത്വത്തിൽ കുളം നവീകരണത്തിന്റെ ഭാഗമായി ചേറും ചളിയും നീക്കി വശങ്ങളിൽ തകർന്ന ഭിത്തികളും കടവുകളും നവീകരിക്കാനാണ് പദ്ധതി. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷിന്റെ സാന്നിധ്യത്തിൽ മൈനർ ഇറിഗേഷൻ വകുപ്പ് സ്ഥിതിഗതികൾ വിലയിരുത്തി. മലമ്പുഴ കനാൽ വെള്ളം നിർത്തുന്ന കാലയളവിൽ കുളത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങാനാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രന്റെയും മക്കളുടെയും കൊലപാതക കേസ് വിചാരണ അട്ടിമറിക്കാനായി സർക്കാർ പുനരന്വേഷണവും തുടരന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈത്താരത്ത്. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ എത്രമാത്രം ശ്രമിച്ചാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ സനൽകുമാറും പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. UDF ഭരണകാലത്താണ് മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് സാക്ഷികളാകേണ്ട മക്കളെയും കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി. പിന്നീട് കേസ് അന്വേഷിച്ചവരെല്ലാം കൊലപാതകം ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. UDF സർക്കാരിൻ്റെ കാലത്താണ് കൊലപാതകം നടന്നതെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് LDF സർക്കാരാണ്. അഴിമതി കേസുകളിൽ നിന്നും കൊലപാതക കേസുകളിൽ നിന്നും പ്രതികളെ രക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശശീന്ദ്രൻ്റെ കൊലപാതക കേസിലും മലബാർ സിമന്റ്സ് 400 കോടിയുടെ അഴിമതി കേസിലും വിചാരണ നടത്തണമെന്ന കോടതി നിർദ്ദേശം പാലിക്കാതിരിക്കാനും പ്രതികളെ രക്ഷിക്കാനുമാണ് തുടരന്വേഷണവും പുനരന്വേഷണവുമായി സർക്കാർ രംഗത്തു വന്നിരിക്കുന്നത്. മലബാർ സിമന്റ്സിൽ 400 കോടിയുടെ അഴിമതി നടന്നതിൻ്റെ രേഖകളും തെളിവുകളും കൈവശമുള്ളതുകൊണ്ടാണ് ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കേസിൽ സാക്ഷികളാകേണ്ട മക്കളും ഭാര്യയും ഉൾപ്പെടെ മറ്റു ചിലരും കൊല്ലപ്പെട്ടു. 13 വർഷമായി നടക്കുന്ന കേസിലെ പ്രതികളായ VM രാധാകൃഷ്ണനെയും IAS ഉദ്യോഗസ്ഥരെയും രക്ഷിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമമെന്നും മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈത്താരത്ത് ആരോപിച്ചു. എത്ര സമ്മർദ്ദമുണ്ടായാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ സനൽകുമാർ പറഞ്ഞു. മറ്റു പ്രതികളെല്ലാം ഞങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 12 വർഷം കേസിന്റെ വിചാരണ നടപടികളിലേക്ക് കടക്കാൻ വിജിലൻസ് കോടതിയെ അനുവദിക്കാതെ ഈ അഴിമതിയുടെ പങ്ക് പറ്റിയ രാഷ്ട്രീയക്കാരായ നേതാക്കന്മാർ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തുടരന്വേഷണം, പുനരന്വേഷണം, അതുപോലെ തന്നെ ഡിസ്ചാർജ് പെറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് നിയമത്തിൻ്റെ പഴുതുകളെ ദുരുപയോഗം ചെയ്ത് കേസ് അട്ടിമറിക്കുകയാണ് വിജിലൻസ് കോടതിയിലെ. ഒരു ഘട്ടത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്രയും ഭീകരമായ അവസ്ഥയിലേക്ക് ഒരു അഴിമതി, കൊടിയ അഴിമതി 2001 കാലഘട്ടങ്ങളിൽ ഈ 400 കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നത് വലിയ അഴിമതിയാണ്. മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോടി വേണുഗോപാൽ, ഡേവിഡ് കാഞ്ഞിരത്തിങ്കൽ, PS ദിനേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ 2025-2026 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ AKM അലി, അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ദിഖ്, ICDS സൂപ്പർവൈസർ റീന, അംഗൻവാടി ടീച്ചർമാർ, വിവിധ വാർഡുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ചു. നഗരസഭാ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കുട്ടികളുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന യോഗം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനായാണ് വിദ്യാർത്ഥികൾ ഷൊർണൂർ നഗരസഭാ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ചത്. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ പ്രവർത്തകർക്ക് ഒരു നേരത്തെ ആഹാരം കൈമാറി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C കൃഷ്ണകുമാർ
ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാരണം വളരെ കുറച്ച് കാലങ്ങളായേ ഉള്ളൂ NSSൽ സെന്റ് തെരേസാസിൽ NSS യൂണിറ്റ് ആരംഭിച്ചിട്ട്. ആ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ തന്നെ സെന്റ് തെരേസാസിലെ തന്നെ NSS യൂണിറ്റിൻ്റെ ഒട്ടനവധി പരിപാടികളിൽ ഞാൻ ഇതിനകം പങ്കെടുത്ത് കഴിഞ്ഞു. കാരണം ഇതുപോലുള്ള സാമൂഹ്യ രംഗങ്ങളിൽ ഏറെ ഊന്നിക്കൊണ്ട് അവർ വളരെ അധികം കാഴ്ചപ്പാടോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സംവിധാനം തന്നെയാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി രാജേഷ് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ TK ബഷീർ, ഹസീന അഷറഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീവിലാസ്, സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ D. സിമി, NSS പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ് സെബാസ്റ്റ്യൻ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, സൗഹൃദ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പാൾ K. രാജീവ്, പ്രധാനാധ്യാപകൻ P. ജഗദീഷ്, ഹൈസ്കൂൾ അധ്യാപിക PR രാധാമണി എന്നിവർക്ക് വാണിയംകുളം പൗരാവലിയും വിദ്യാലയവും ചേർന്ന് യാത്രയയപ്പ് നൽകും. സ്നേഹാദരത്തോടനുബന്ധിച്ച് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 25-ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹാദരത്തിന്റെയും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം 25-ന് വൈകുന്നേരം 5 മണിക്ക് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. വാണിയംകുളം പൗരാവലിക്കൊപ്പം PTA, സ്കൂൾ മാനേജ്മെന്റ്, സഹപ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ കലാസന്ധിയും ഒരുക്കും. ഈ വർഷം നമ്മുടെ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരായിട്ടുള്ള പ്രിൻസിപ്പൽ ശ്രീ രാജീവ് സാർ, അതുപോലെ തന്നെ പ്രധാന അധ്യാപകനായിട്ടുള്ള ജഗദീഷ് സാറ്, ഹൈസ്കൂൾ അധ്യാപിക രാധാമണി ടീച്ചർ, മൂന്ന് പേരും നമുക്ക് സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും രാജീവ് സാറ്, ജഗദീഷ് സാർ കുറേ വർഷങ്ങളായി, ജഗദീഷ് സാറ് കുറച്ച് 2 വർഷങ്ങളായിട്ട് ജഗദീഷ് സ്ഥാനത്തിൽ വ്യക്തിയാണ്. രാജീവ് സാർ ഏകദേശം 18 വർഷത്തോളമായി പ്രിൻസിപ്പളായിട്ട് നിർത്തിക്കൂടെ. പ്രത്യേകിച്ച് വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ കാലത്ത്, കുറച്ചു കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 98 മുതലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ള വ്യക്തി കൂടിയാണ് ബഹുമാനായ രാജീവ് സാർ എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി തുടങ്ങിയത് മുതൽ ഹയർ സെക്കൻഡറി 2025 ഹയർ സെക്കൻഡറിയെ വിവിധ തലങ്ങളിലേക്ക് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ്. സ്നേഹാദരം ജനറൽ കൺവീനർ V. ഫിറോസ്, വാണിയംകുളം TRK HSS ഡെപ്യൂട്ടി HM MC കലാധരൻ, PTA പ്രസിഡന്റ് CP സതീഷ് കുമാർ, KK മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിന് 2ാം ഊഴം. ചിറ്റൂർ സമ്മേളനം തെരഞ്ഞെടുത്ത 44-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങൾ. സെക്രട്ടറിയായി 2ാം തവണയും സുരേഷ് ബാബുവിനെ തെരഞ്ഞെടുത്തത് ഐകകണ്ഠമായി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ പ്രതിരോധ സമരം 25-ന് തുടങ്ങുമെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗത്തിൽ പ്രഖ്യാപനം. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് മദ്യനിരോധന സമിതി ആവശ്യമുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റ് ധർണ. ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഉത്സാഹിക്കാത്ത പിണറായി സർക്കാരിന് മദ്യം വിളമ്പാൻ അത്യുത്സാഹമെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ. കുടുംബക്ഷേത്രാചാര ചടങ്ങിനിടെ കാഞ്ഞിരക്കായ കഴിച്ചെന്ന സംശയം. പരുതൂരിൽ കുടുംബക്ഷേത്രത്തിലെ ആട്ടുചടങ്ങിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കണമെന്ന് തൃത്താല പോലീസ്. മരിച്ചത് തൃത്താല ആലൂർ സ്വദേശി ഷൈജു. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് വടക്കാഞ്ചേരിയിൽ പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 12 വർഷം അധിക തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് പാലക്കാട് മുണ്ടൂർ ഗാന്ധിനഗർ സ്വദേശി 48 വയസ്സുള്ള വിജയ്. ചാലിശ്ശേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി.
പോലീസും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 30 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ. നിരോധിത പുകയില ശേഖരം കണ്ടെത്തിയത് പ്രദേശത്തെ വാടക കെട്ടിടത്തിൽ. പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കിയെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.